ഞാൻ ആളത്ര ശരിയല്ലാത്തത് കൊണ്ട് എന്നെ കാണുമ്പോഴേ പോലീസുകാർക്ക് വശപ്പിശക് തോന്നും. അവരെന്നെ പിടികൂടി തോക്ക് പിടിച്ചെടുത്ത ഞാൻ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? അല്ല, ഇടി മർമ്മം നോക്കി തരുമ്പോ ഞാൻ പറയും ഇത് അംബികയുടെ വേലയാണെന്ന്. അപ്പൊ എന്നെ ചതിക്കുമല്ലേ? ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഇതാ ഈ റോസാപ്പൂ ഒന്ന് ഏറ്റുവാങ്ങും. ഇതാർക്കിട്ട് പൊട്ടിക്കാനാ അംബികെ? ഇത് ഈ തോക്ക് അയ്യോ, ഇത് പൊട്ടും. ഞാൻ കാഞ്ഞു പോവും അംബികെ. പണ്ട് ഞാൻ പാൽക്കാരി അംബിക എന്ന് വിളിച്ചത് മാപ്പാക്കണോ അംബിക? ഈ തോക്കുകൊണ്ടേ ഞാൻ മുണ്ടയ്ക്കൽ കൊച്ചമണിയെ കൊല്ലും. ചെറിയ കൃഷ്ണ ഭഗവതിയെ ഓടി വായേ. അവരൊക്കെ നിങ്ങളെ വേലക്കാരാണോ ഓടി വരാൻ? അംബികയെ ചതിക്കല്ലേ. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മന്തി ബിരിയാണി കഴിക്കും. വേണ്ട വേണ്ട. മുണ്ടയ്ക്കലമ്മ വെടിയേറ്റ് മരിച്ച ആ കൊലപാതക കുറ്റം ഞാൻ ഋതികയുടെ തലയിൽ കെട്ടിവെക്കും. ഒന്ന് പോടിയാലോ. ഞാൻ അങ്ങോട്ട് വരുന്നേ, എന്നെ അങ്ങോട്ട് എടുത്തോളണേ. ഈ ഗണ്ണേ ലോഡഡല്ല മുണ്ടയ്ക്കലമ്മേ. ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ഇങ്ങനെ ഹൃദയസ്തംഭനം വരുന്ന തമാശകൾ കാണിക്കല്ലേ അംബിക. ഞാൻ എന്റെ വല്യമ്മ കൊല്ലോ? കൈകേക്ക് മന്ദര എന്നത് പോലെയാ എനിക്ക് എന്റെ വല്യമ്മ. എന്റെ പൊന്നു മുണ്ടയ്ക്കലമ്മ. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. അയ്യോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാനേ ഒരു സാധനം തരാം. അത് ഋതിക കാണാതെ അവള് കൊണ്ടു നടക്കുന്ന ബാഗിൽ വെക്കണം. നിസാരം. ആ